മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച KSU പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനം. മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകരും ചേർന്നാണ് വളഞ്ഞിട്ടടിച്ചത്. ഒരാളുടെ തലയ്ക്ക് പരിക്കുണ്ട്. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലായിരുന്നു ആക്രമണം. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, വിവരങ്ങൾ. നവകേരള സദസ്സിന്റെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ആലപ്പുഴ നഗരത്തിൽ നിന്ന് വരുന്ന മുഖ്യമന്ത്രിയെ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വെച്ചാണ് രണ്ട് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്. ആ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ അവരുണ്ടായിരുന്ന സുരക്ഷയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവരെ കീഴ്പ്പെടുത്തി മുഖ്യമന്ത്രിയുടെ വാഹനയൂഹത്തിന് പോകാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വഴി ഒരുക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട്, അതായത് മുഖ്യമന്ത്രിയുടെ സ്ഥിരം സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു സിവിൽ ഡ്രസ്സിലുള്ള ഒരു ഉദ്യോഗസ്ഥർ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതൽ പിണറായി വിജയന്റെ ഗൺമാനാണ്. അദ്ദേഹം സിവിൽ ഡ്രസ്സിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലാത്തി കൊണ്ട് ആ യുവാവിന്റെ തലക്കടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് നമ്മൾ UP-യിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഒക്കെ മാത്രമേ ഇത്തരത്തിൽ ഒരു അമിതമായ വിധേയത്വം ഒക്കെ പറയാവുന്ന രീതിയിലുള്ള ആക്രമണം കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ തൊട്ട് അടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സ്ഥിരം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ അതിക്രൂരമായി മർദ്ദിച്ചത്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി മുദ്രാവാക്യം വിളിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിക്ക് സുരക്ഷയും വഴിയും ഒരുക്കാൻ ചുമതല പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലിയും കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് വേഷത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ നിയന്ത്രിച്ച് ഒരു വശത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന കടയ്ക്ക് സമീപത്തേക്ക് മാറ്റി നിർത്തിയപ്പോഴാണ് അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ വന്ന വാഹനം നിർത്തി ഇറങ്ങി വന്നാണ് സിവിൽ ഡ്രസ്സിൽ, അതായത് അദ്ദേഹം യൂണിഫോം പോലും ധരിച്ചിട്ടില്ല, സിവിൽ ഡ്രസ്സിലുണ്ടായിരുന്ന ആ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ലാത്തി ഉപയോഗിച്ച് ആ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിദാരുണമായി മർദ്ദിക്കുന്നത്. ഒരാളുടെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്, ഒരാളുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ രഘു തുടരും. ഞാൻ രഘുവിലേക്ക് വരാം. അതിനു മുൻപ് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് പൂർണ്ണമായി കാണാം. പ്രതിഷേധം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസും KSU നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതിനുള്ള സുരക്ഷ പോലീസ് ഒരുക്കുന്നുണ്ട്. പോലീസ് ഈ മുദ്രാവാക്യം വിളിക്കുന്നവരെ മാറ്റിയതാണ്. പിന്നീട് ഗൺമാൻ ഇറങ്ങി ഈ രീതിയിൽ ലാത്തി വാങ്ങി മർദ്ദിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നല്ലോ കാര്യങ്ങൾ. അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. കാരണം ആ പ്രവർത്തകരെ പോലീസ് നിയന്ത്രിച്ചു. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ചവരെ വശത്തേക്ക് മാറ്റി മുഖ്യമന്ത്രിയുടെ വാഹനം നവകേരള ബസിന്റെ യാത്ര തുടരുകയായിരുന്നു. ഇതിന് പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ സ്ഥിരം സുരക്ഷാ ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഗൺമാനായിരുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം സിവിൽ ഡ്രസ്സിലായിരുന്നു. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കയ്യിൽ കെട്ടിയിരുന്ന ലാത്തി ഉപയോഗിച്ച് ആ പ്രവർത്തകരെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങൾ കണ്ടത്. പലപ്പോഴും നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുള്ള ഈ അമിത വേഗതയിൽ വരുന്ന വാഹനം പ്രതിഷേധക്കാർക്ക് നേരെ ഓടിച്ചു കയറ്റുന്നത് നമ്മൾ പലതവണ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഈ അമിത വേഗതയിൽ വരുന്ന വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഇതേ ഉദ്യോഗസ്ഥർ പ്രതിഷേധിക്കുന്ന യുവാക്കൾക്ക് നേരെ ലാത്തി കൊണ്ട് വീശുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതാദ്യമായിട്ടാണ്
പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കീഴ്പ്പെടുത്തിയ പ്രവർത്തകരെ പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. പലപ്പോഴും ഈ ഉദ്യോഗസ്ഥർ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുള്ള ഈ ഉദ്യോഗസ്ഥർ എന്താണ് ഇങ്ങനെ വരും, അതിന് മുഖ്യമന്ത്രിയോടുള്ള അമിത വിധേയത്വം കൊണ്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണോ എന്ന് നമ്മൾ പല മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് സുരക്ഷയുള്ള കേന്ദ്രമന്ത്രിമാരടക്കം കേരളത്തിൽ സന്ദർശിക്കാറുണ്ട്. അവരുടെ ഒന്നും ഉദ്യോഗസ്ഥർ കാണിക്കാത്ത ഒരു ഗുണ്ടായിസം പലപ്പോഴും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് പ്രതിഷേധിക്കുന്നവർക്കെതിരെയാണ് അവർ ഇത്തരത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞതാണ്. പിന്നെ എന്തിനാണ് ഈ രീതിയിൽ വളഞ്ഞിട്ടൊക്കെ തലയ്ക്കൊക്കെ മർദ്ദിക്കുന്നതെന്ന വലിയ ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കാർ നിർത്തിയിറങ്ങി പോലീസിന്റെ കയ്യിലുള്ള ലാത്തി വീശിയാണ് ഈ അക്രമം, ഈ ഒരു ക്രൂരമായ മർദ്ദനം നടത്തിയിട്ടുള്ളത്.